മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശ തരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായെന്നുരച്ചവനേ വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ വാഴ്ത്തിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 119 സങ്കീർത്തനത്തിന്റെ 28 വാക്യമാണ്. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ദൈവത്തിന്റെ വചനം എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു അധ്യായം ഒന്ന് നോക്കണം. അത്ഭുതങ്ങളെ കാണിക്കുന്നു, ആലോചന തരുന്നു, ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു, ചട്ടങ്ങളിൽ നടത്തുന്നു, ബുദ്ധി ഉപദേശിക്കുന്നു. ദേ ഇവിടെ പറയുകയാണ്, തൻ്റെ ഒരു വലിയ വിഷയം പങ്കുവെക്കുകയാണ്. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുകയാണ്. ചിലരൊന്ന് പറയും, പോട്ടെ സാരമില്ല, എനിക്ക് ഫ്രീ ആകാൻ പറ്റുന്നില്ല, അതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, നിനക്കും വന്നതാണ്, സാരമില്ല. പക്ഷേ അങ്ങനെ വിഷാദിച്ച് എൻ്റെ ഹൃദയം ഉരുകുമ്പോൾ എന്നെ അതിൽ നിന്ന് എന്നെ ഒന്ന് പൊക്കിയെടുക്കാൻ, എന്നെ അതിൽ നിന്നൊന്ന് പുറത്തു കൊണ്ടുവരാൻ, എന്നെ അതിൽ നിന്നൊന്ന് രക്ഷിക്കാൻ ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്കോ ആരുടെ ഒരു ടെസ്റ്റിമണിക്കോ ഒന്നും കഴിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഈ വാക്യത്തിൻ്റെ അനുഭവമൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായിട്ടുണ്ട്. മാനസികമായി തകർന്നു പോയ ചില അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം എന്നെ പുറത്തു കൊണ്ടുവന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ വ്യക്തിപരമായ ചില വചനങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ പല വചനങ്ങൾ. ഞാൻ എൻ്റെ നമ്മുടെ വിവാഹ സമയം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വചനം, അവളെ ചേർത്ത് കൊള്ളുന്നതിൽ നീ ശങ്കിക്കണ്ട, ആ വചനം വെളിപ്പെട്ടു വന്നു. സത്യം പറഞ്ഞാൽ ആ വചനമാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ പോലും ആധാരം. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ആ വചനം അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഭയങ്കര ഉറപ്പാണ്. നമ്മുടെ എല്ലാ കൺഫ്യൂഷനും മാറുകയാണ്, ടെൻഷൻ മാറുകയാണ്. എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട്, ഡിപ്രഷൻ കൊണ്ട്, ആൻസൈറ്റി കൊണ്ട് തകരുമ്പോൾ എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേറെ ആർക്കും കഴിയില്ല, നിന്റെ വചനത്തിന് കഴിയും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചില ദുഃഖങ്ങളുടെ നടുവിൽ ഒരു വിധത്തിലും പുറത്തു വരാൻ കഴിയാതെ ഭാരപ്പെടുന്ന നിങ്ങളെ കർത്താവ് വിടുവിക്കുക. ചില വചനങ്ങൾ എഴുന്നേറ്റ് വന്ന് നിങ്ങളോട് സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ വചനം അയച്ച് അവൻ സൗഖ്യമാക്കും. വചനം അയച്ച് അവൻ സൗഖ്യമാക്കും. നീ എഴുന്നേൽക്കുക, നിനക്ക് ദൂരയാത്രയുണ്ട്. നീ എഴുന്നേൽക്കുക, നിന്നെ കൊണ്ടത് കഴിയും. നീ എഴുന്നേൽക്കുക, ദൈവം നിന്നെ ശക്തീകരിക്കും. നീ ബലത്തോടെ പോകുക, നീ നിന്റെ ശത്രുക്കളെ അതിജീവിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിന്റെ മനസ്സിനെ ഭരിക്കുന്ന ചില ദുഃഖങ്ങൾ, ചില വിഷാദങ്ങൾ മാറിപ്പോകട്ടെ.
വചനം നിന്നെ ജീവിപ്പിക്കും. ഓ ജീസസ്, എന്നെ നിവർത്തണമേ. ഹല്ലേലൂയ. കുനിഞ്ഞു പോയ പലയിടത്ത് നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കും വചനം. ഹല്ലേലൂയ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ കേട്ട ശേഷം വെറുതെ ഇരിക്കുന്നത് കേട്ടോ, കുറച്ച് സമയം വചനം വായിക്കണം. നിങ്ങളെ നിവർത്തുന്ന വചനം ഉണ്ടായിരിക്കും, നിങ്ങളെ എംപവർ ചെയ്യുന്ന വചനം ഉണ്ടായിരിക്കും, നിങ്ങളെ പുഷ് ചെയ്യുന്ന വചനം ഉണ്ടായിരിക്കും, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന വചനം ഉണ്ടായിരിക്കും, നിങ്ങളെ നീതീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, നിർമ്മലീകരിക്കുന്ന വചനം ഉണ്ടായിരിക്കും. യെസ്, ആ വചനം ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. സന്തോഷത്തോടെ ആയിരിക്കുക, ബലത്തോടെ ആയിരിക്കുക. സ്തോത്രം. ചില വചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ചില വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് തരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ബുദ്ധി ഉപദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വചനത്തോടൊരു സ്നേഹം അങ്ങ് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാണൻ വിഷാദം കൊണ്ട് ഞെരുങ്ങുമ്പോൾ, ഉരുകുമ്പോൾ കർത്താവേ, ഞങ്ങളെ നിർത്തുമാറാക്കുന്ന ഞങ്ങളുടെ വചനമാണ്. കർത്താവേ, ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ വചനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കട്ടെ. അവരുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, അവരുടെ വിഷാദങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ഹെവിനെസ് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ, വചനധ്യാനം വർദ്ധിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വചനത്തിലുള്ള സൗഖ്യത്തിൽ ഇന്നത്തെ ദിവസം തുടരുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരു നിമിഷത്തോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ഇതിൽ കേൾക്കുന്നവരിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരാലുള്ള വചനം അയച്ചവരെ സൗഖ്യമാക്കണം. പ്രത്യേകിച്ച് മാനസികമായി തകർന്നിരിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, അവരുടെ മുറിവുകളെ കിട്ടുന്നു. ഹൃദയം തകർന്നിരിക്കുന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. മാനസിക തകർച്ചകൾ മാറട്ടെ. കർത്താവ്, വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാണ് നീ കൊടുക്കണമേ. കർത്താവെ, രട്ടടിച്ച് സന്തോഷം മുട്ടിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരാരോഗ്യത്തോടിരിക്കട്ടെ, സമാധാനത്തോടിരിക്കട്ടെ. ദൈവം തന്ന ആ അസൈൻമെൻറ്റുകൾ പൂർത്തീകരിക്കുവോളം ദീർഘായുസ്സും ആരോഗ്യവും സമൃദ്ധിയും സന്തോഷം അവർക്കുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കടങ്ങൾ മാറട്ടെ, ജോലി വഴികൾ തുറക്കട്ടെ, ബിസിനസ്സുകൾ ശക്തിപ്പെടട്ടെ, ഫാമിലി തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ജോലി, നിങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ കാര്യങ്ങളിലും മുമ്പേ കർത്താവ് ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ശലോം.